ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഈ ചായക്കടയിലൊക്കെ കാണുന്ന വെട്ട് കേക്ക് ഉണ്ടാക്കാൻ നോക്കട്ടെ. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഞാൻ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 1 കപ്പ് കൂടെ എടുക്കാം നമുക്ക്. അങ്ങനെ 2 കപ്പ് മൈദ എടുക്കട്ടോ. അപ്പോൾ 2 കപ്പ് മൈദ എടുക്കുമ്പോൾ 1/4 കപ്പ് റവ കൂട്ടട്ടോ. അപ്പോഴാണൊരു മൊരിനെ ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത്. ചിലർ ചേർക്കണുള്ളൂ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ റവയും മൈദയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും. വൈകുന്നേരത്തെ ചായക്കൊക്കെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് ബേക്കറിയിൽ നിന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ അവർ കളറൊക്കെ ചേർത്തിട്ടാണ് നല്ല മഞ്ഞ കളറിൽ ഇരിക്കുന്നത്. വെട്ട് കേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കളറൊന്നും ചേർക്കണില്ല. അപ്പോൾ ഒരു തരി അപ്പസോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതാ ഈ 2 കപ്പ് മൈദയിലേക്ക് ഞാൻ ഒരു 10 ചെറിയ ടീസ്പൂൺ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കായ കൂട്ടിയിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഇനി നമുക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. തരി ഉപ്പിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഈ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യായാലും കുഴപ്പമില്ല, ഡാൽഡ അങ്ങനെ ഏതായാലും കുഴപ്പമില്ല. ഞാൻ മിൽമയുടെ പശു നെയ്യിൻ്റെ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ മിക്സ് നമ്മൾ മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സ് ഉണ്ടല്ലോ, ഇതിലേക്ക് മാവിൽ കുഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം. നമുക്ക് മുട്ടയുടെ ഇത് മിക്സ് ഒഴിച്ചിട്ട് ഇത് വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഞാനിതെടുത്തത് കറക്റ്റായിരുന്നു, വേറെ മൈദ ഒന്നും ചേർക്കേണ്ടി വന്നില്ല. 2 കപ്പ് മൈദയും 1/4 കപ്പ് റവക്കും 3 മുട്ട നല്ല പാകമായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കയ്യിലൊക്കെ ഒട്ടുണ്ടെങ്കിൽ നെയ്യൊക്കെ കയ്യിൽ ഇറക്കിയിട്ട് കുഴച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇനി നല്ല മഴയൊക്കെ അല്ലേ, നമുക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കാനും ആരും മേടിച്ചോണ്ട് തരാനൊന്നും ഇല്ലാത്തടത്ത്, പുറത്ത് പോകാനൊന്നും ആളില്ലാത്തവരാകുമ്പോൾ ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാറട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ്ട് ഒരു വിധം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ റവയും ഇതൊക്കെ ഒന്ന് കുതിർന്നൊന്ന് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊക്കെ വരട്ടിയിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഇത് അടച്ചു വെക്കാം. നല്ല വൃത്തിയുള്ള വല്ല വെള്ള തുണി ഉണ്ടെങ്കിൽ അതുകൊണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ഒരു സോഫ്റ്റല്ല, ഈ മൊരിഞ്ഞ് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനത്തെ തുണി ഇല്ല. അപ്പോൾ ഒരു പ്ലേറ്റ് വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. പിന്നെ നമുക്കത് പരത്താനായിട്ട് ചിലർ കല്ലിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരത്തണ പോലെയൊക്കെ പരത്തും. പക്ഷെ എനിക്ക് അതിനെക്കാട്ടി എളുപ്പമായി തോന്നിയില്ല. നമ്മൾ ഇതേപോലെ സ്റ്റീലിൻ്റെ കിണ്ണെടുത്തിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒന്ന് മെഴുക്ക് ആദ്യം പരട്ടി കൊടുത്തിട്ട്, ഇതാവുമ്പോൾ നമുക്ക് ഒരേ കനത്തിൽ കിട്ടും. പരത്തി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പല കനത്തിലായി വരും. ഇത് ഈ പ്ലേറ്റിൻ്റെ അതേ വലിപ്പത്തിൽ കനത്തിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഞാനിങ്ങനെ ചെയ്യാം കേട്ടോ. പ്ലേറ്റിൽ അങ്ങോട്ട് പരത്തിയിട്ട് നല്ല ഒരേപോലെ അങ്ങോട്ട് പരത്തി കൊടുക്കുക. അടിയിൽ മെഴുക്ക് പരട്ടിയതുകൊണ്ട് ഇനി നമുക്ക് വെട്ടിയാൽ എടുക്കാനൊക്കെ നല്ല സുഖാട്ടോ. വേഗം വെട്ടി എടുക്കുകയും ചെയ്യുക. അപ്പോൾ വേണ്ട, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ നന്നായി പരത്തി ഒരേപോലെ പരത്തിയെടുക്കുക. നമ്മൾ കല്ലെടുക്കാനും പൊടിയിട്ടാനും ഒന്നും പോകണ്ട. പിന്നെ പൊടി തീരെ തൊടേ വേണ്ട. അങ്ങനെ ആകുമ്പോൾ മെഴുക്കൊക്കെ പരട്ടിയിട്ട് ഇതുപോലെ ചെയ്താൽ
ഇനി നമുക്ക് കത്തിയെടുത്തിട്ട് വെട്ടാം. ആദ്യം ഇങ്ങനെ കറക്റ്റ് ഇതിൽ വെട്ടിയിട്ട് പിന്നെ ചെരിച്ച് വെട്ടി കൊടുത്താൽ മതി. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ഇട്ടാൽ എങ്ങനെ വെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിലൊന്നും വ്യത്യാസം വരാൻ പോണില്ലല്ലോ, ആകൃതിയിലല്ലേ, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇത് വിൽക്കാനുള്ളതൊന്നല്ലല്ലോ, വീട്ടിലെ ആവശ്യത്തിനുള്ളതല്ലേ. പിന്നെ നമുക്കിങ്ങനെ ചെരിച്ച് വെട്ടി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നല്ല സിമ്പിളായിട്ടുള്ള പണിയാട്ടോ, അത്ര വലിയ ഭാരമുള്ള പണിയൊന്നുമല്ല, പെട്ടെന്നായി കിട്ടാനൊക്കെ സുഖമാണ്. ഇനി അതിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് സൈഡിൽ ഓരോ വെട്ട് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ വെട്ട് കേക്ക് എന്നുള്ള ആ ഒരു ഇതിൽ വരികയും ചെയ്യും. പിന്നെ ഒന്ന് ഞാനിതിലൊരു ഇത് കണ്ടിട്ടുള്ളത് ഉള്ളൊക്കെ വേവാനും കൂടി ഒരു സൗകര്യം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ സൈഡ് നല്ല ആഴത്തിൽ തന്നെ ആയിട്ട് വെട്ടിയിട്ട് കൊടുക്കുക. പൊളിഞ്ഞ് പോവൊന്നുമില്ല, വേറിട്ട് വരുമൊന്നുമില്ല. അപ്പം അങ്ങനെ വെട്ടി കൊടുക്കുക. അപ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് വെട്ടിയത് നമുക്ക് ആ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് അടുത്ത് വിട്ടാൽ മതി, നിന്നാൽ മതി. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആ വെട്ടി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നിട്ടിട്ട് ആ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത് വെട്ടിയെടുക്കാം. പിന്നെ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഞങ്ങൾ യൂസ് ചെയ്ത ഓയിൽ പിന്നീട് ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് കുറേശ്ശെ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല വെളിച്ചെണ്ണ ഇത് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, നല്ല ലോയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടണ സമയം എടുക്കും. അപ്പോൾ കുറച്ച് നല്ല ലോയിലിട്ടിട്ട് ആക്കത്തിൽ ചെയ്തെടുക്കണം കേട്ടോ. പെട്ടെന്നുണ്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളൊന്നും വേവാതിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നല്ല വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ സിമ്മിൽ നല്ല കുറച്ചിട്ടിട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതായത് ഇത് ഏകദേശം അവിടെ കിടന്നതാകുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള ഇത് പോയിട്ട് വെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം വെട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. കണ്ടോ, നല്ല മുരിമുരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോരിയെടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ അടുത്തതും കൂടി വെട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഈ കേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ആ മഞ്ഞ കളർ കാണാത്ത ഞാൻ ഫുഡ് കളർ ചേർക്കാത്തതുകൊണ്ടാട്ടോ, അല്ലാതെ അതിനൊരു കുഴപ്പമില്ല. നല്ല ശരിക്ക് വന്നിട്ടുണ്ട് കണ്ടോ, ആ കടയിലത്തെ പോലെ